പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ അമ്മയുടെ ഡയറക്ടർ ബോഡി യോഗം നേടിത്തീർന്നത്. അതിനകത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം എന്നാവശ്യപ്പെട്ടതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ സ്നേഹപൂർവ്വം ഇത് തള്ളിക്കളഞ്ഞു. മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചുമൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അവിടുന്ന് പുറത്തു വന്നത്. കാരണം ലാലേട്ടൻ പറഞ്ഞു, ഒരു തരത്തിൽ എനിക്ക് താല്പര്യമില്ല, പുതിയ ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ എടുത്തോളൂ എന്നുള്ളത്, അവരും വരട്ടെ എന്ന്. സത്യം പറഞ്ഞാൽ അതൊരു ഉചിതമായ തീരുമാനമാണ് ലാലേട്ടൻ കൈക്കൊണ്ടത്. എല്ലാവരും ലാലേട്ടനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു, ലാലേട്ടൻ എടുക്ക് ലാലേട്ടൻ അല്ലാതെ വേറെ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം ലാലേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ച് ലാലേട്ടൻ അങ്ങ് അതിനകത്ത് വഴിപ്പെടും. അവസാനം എല്ലാം കൂടെ ലാലേട്ടൻ്റെ തലയിലായി. എന്തെങ്കിലും വിവാദം വന്നായി അതിൽ ലാലേട്ടന് തലയിലാവും. അവസാനം ലാലേട്ടൻ തന്നെ സഹിക്കിട്ട് എല്ലാം രാജിവെച്ച് ഒഴിഞ്ഞു പോയി. എല്ലാത്തിനും അഭിപ്രായം ലാലേട്ടൻ പറയണം. എന്നിട്ട് ഇതിലൊക്കെ പങ്കെടുക്കാത്ത ഇതിനകത്ത് ഭാരവാഹികളായ കുറച്ച് പേരുണ്ട്. അവരേതെങ്കിലും വിവാദം വന്നു കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കും. അപ്പോൾ അവരെല്ലാം നല്ല മിടുക്കന്മാരായി മാറും. സംഘടനയെ എതിർക്കുന്ന ഒരു മാധ്യമങ്ങൾ ആയിക്കഴിഞ്ഞാലും അവർ പറയുന്നത്, മോഹൻലാലിനെ പോലുള്ള സൂപ്പർ സ്റ്റാറുകൾ എന്തിന് കടിച്ചു തൂങ്ങി കിടക്കണം, അവർ രാജിവെച്ച് പോകണം, പുതിയ തലമുറയിലെപ്പെട്ട ആൾക്കാർ വരട്ടെ. അവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പേരുണ്ട്, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, നിവിൻ പോളി, ഇവരൊക്കെ വരണം, ഇവരൊക്കെ വേണം പ്രസിഡന്റ് സെക്രട്ടറി. മോഹൻലാലൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ ലാലേട്ടൻ സഖിയിട്ട് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. പുതിയ തലമുറ വരട്ടെ, പൃഥ്വിരാജായാലും നിവിൻ പോളി, ജയസൂര്യ ആയാലും അവരൊക്കെ തന്നെ വരട്ടെ. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ഇവരാരും ഒരു യോഗത്തിന് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം പൃഥ്വിരാജിനെ വന്നാലല്ലേ പൃഥ്വിരാജിനെ ആക്കാൻ പറ്റത്തുള്ളൂ. പൃഥ്വിരാജ് ഒരു കാരണവശാലും ഒരു യോഗത്തിന് പങ്കെടുക്കുന്നതായിട്ട് നമുക്കറിവില്ല. അങ്ങനെ ഈ യുവതാരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടല്ല, അവർക്ക് വേണ്ടാത്തത് കൊണ്ടാണ് എന്നുള്ളത് ഏകദേശം തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ലാലേട്ടൻ ഏതായാലും ഇതൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാനിത് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്നാണ് ആ യോഗത്തിൽ പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. കാരണം നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്നതാണ്, എന്ത് പ്രശ്നം മലയാള സിനിമയിൽ വന്നാലും ലാലേട്ടനെ എതിരെയാണ് പല നീക്കങ്ങൾ നടക്കുന്നത്. ഈ നമ്മളെപ്പോഴും ആയാലും സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ മാവുള്ള മാമയിലെ കലരീതികൾ, അതേപോലെയാണ്. എന്ത് പ്രശ്നം വന്നാലും ലാലേട്ടനുമായിട്ട് ബന്ധപ്പെടാത്ത പ്രശ്നമായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാലും പീഡന പരാതി വന്നാലും എല്ലാം മോഹൻലാലാണ് അതിനകത്ത് പ്രതിയായിട്ട് മാറ്റി അദ്ദേഹത്തെ വിമർശിച്ചുകൊടുക്കുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ എതിരെ വാർത്ത കൊടുത്താൽ മാത്രമേ ഇത് കാണാൻ ആൾ വരത്തുള്ളൂ. അതാണ് അവരുടെ പ്രശ്നം. അപ്പം ലാലേട്ടൻ ഇതിനകത്തു നിന്നെല്ലാം മാറിക്കഴിഞ്ഞപ്പം ഏതായാലും അവർക്ക് സമാധാനമായി കാണും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരു കാരണവശാലും ലാലേട്ടൻ ഇതിനകത്ത് വരരുത് എന്നാണ് മോഹൻലാലിനെ സ്നേഹിക്കുന്നവർ എല്ലാവരുടെ അഭിപ്രായം. അത് ലാലേട്ടൻ ഏതായാലും ഒരു പകുതി സമാധാനമാകും എന്ന് എനിക്ക് തോന്നുന്നു. അമ്മ സംഘടനയിലെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ യോഗത്തിൽ പങ്കെടുക്കുക. ഇത് പലപ്പോഴും ലാലേട്ടൻ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. ഞാൻ പല കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് പല സ്ഥലത്ത്, ചിലപ്പം സിംഗപ്പൂരിൽ നിന്നൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ലാലേട്ടൻ വന്നിട്ടുണ്ട്. ഹെലികോപ്റ്ററിലൊക്കെ വന്ന ചടങ്ങുകളുണ്ട്. അതുപോലെ പരിപാടിയിൽ അമ്മ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട പെൻഷൻ പദ്ധതിയിലൊക്കെ കാശ് സമാഹരിക്കാൻ വേണ്ടി ലാലേട്ടൻ പകലന്തിയോളം കഷ്ടപ്പെടുന്നതും എല്ലാ പരിപാടിയിലും ഭാഗമൊക്കെ ആകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതിലൊന്നും 10 പൈസ പ്രതിഫലം ഇച്ഛിക്കാതെയാണ് ലാലേട്ടൻ സിനിമ പോലും മാറ്റിവെച്ചാണ് വരുന്നത്. എന്നിട്ട് അവസാനം ഇത് മോഹൻലാൽ വിട്ടുകൊടുക്കത്തില്ല എന്ന് ഇതിനെ സംഘടനയിലുള്ളവർ തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ലാലേട്ടൻ എന്നാൽ വേണ്ട, ഇത് വിട്ടുപോകും. അവൻ ഈ പ്രാവശ്യവും അവർ നാടകം അവതരിപ്പിച്ചു. കാരണം എല്ലാവരും കൂടെ ഒരു സ്വരത്തിൽ പറഞ്ഞു ലാലേട്ടൻ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോഴും ഇല്ല, എനിക്ക് സമാധാനം മതി, എനിക്ക് സംഘടനയുടെ തലപ്പത്തിരിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് മോഹൻലാൽ ഒഴിഞ്ഞതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. ഈ നായർ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. വലിയ മരം തണലേകാനുള്ളപ്പം ആ മരത്തിൻ്റെ വില അല്ലെങ്കിൽ തണലിൻ്റെ വില ആർക്കും മനസ്സിലാകില്ല എന്നും, ആ മരം ഇല്ലാതാകുമ്പോൾ മാത്രമേ ആ തണൽ എന്തുമാത്രം
നമ്മളെ കാത്തു സംരക്ഷിച്ചിരുന്നു എന്ന് മനസ്സിലാകത്തുള്ളൂ എന്നുമാണ് മോഹൻലാലിൻ്റെ പിന്മാറ്റത്തെപ്പറ്റി ഭീമാജി നായർ പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മലയാള സിനിമയിലെ അതികായനായൊരു മനുഷ്യൻ നിൽക്കുമ്പോൾ അതിനെതിരെ ആരും പറയത്തില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അതീതമായിരിക്കും, വിമർശനങ്ങളൊക്കെ പലതും നടത്തുമായിരിക്കാം. പക്ഷേ ആ സംഘടനയിൽ ഒന്നിച്ചു നിർത്താൻ മോഹൻലാലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പല സംഘടനയിലായാലും നമുക്ക് പലപ്പോഴും അടിച്ചു വിരിയുന്നതാണ് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാച്ചിരിക്കുമെങ്കിലും ഭയങ്കര ഈഗോ ഉള്ള മേഖലയാണ്. അപ്പോൾ അവരെ എല്ലാവരും കൂടെ ഒന്നിപ്പിച്ച് നിർത്തുവാനും ഈ സംഘടനയിലെ മുന്നോട്ട് നീക്കാനുമൊക്കെ കഴിഞ്ഞത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മാത്രമാണ്. ഇനി മോഹൻലാൽ പിന്മാറി കഴിഞ്ഞപ്പം കാണാം അടിപൂരം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുന്നതും മത്സരങ്ങളും ഈഗോയും എല്ലാം കൂടെ ഒന്നിച്ചുള്ള പ്രശ്നമായിരിക്കും. ഏതായാലും മോഹൻലാലിനെ സ്നേഹിക്കുന്നവർക്കുമെല്ലാം ഇനി സമാധാനമുണ്ട്. പല കാരണത്തിനും മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യമില്ല. എന്നാലും മാധ്യമങ്ങൾ മോഹൻലാൽ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, മോഹൻലാൽ എന്തുകൊണ്ട് വന്നില്ല, മോഹൻലാൽ എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല, എല്ലാം മോഹൻലാലിൻ്റെ തലയിലാണ് അമ്മ സംഘടന. അതുമായിട്ട് ബന്ധപ്പെടാതെ ഈ ഭാരവാഹിത്വമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പലർക്കും അവർക്കൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. പിന്നെ ഒരു സംഘടന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പുറത്ത് വന്നിട്ട് ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ അങ്ങനെയല്ല ഞാനായിരുന്നു വലിയവൻ എന്ന് പറയുന്നതുകൊണ്ട് ഈ മാധ്യമങ്ങളെ കാണുമ്പം വിടുവായത്വം പറയുന്ന സംഘടനയിലെ ചില ഭാരവാഹികൾ തന്നെയുണ്ട്. അതൊക്കെ തന്നെയാണ് ലാലേട്ടൻ മാറി നിൽക്കാനുള്ള കാരണമായിട്ട് പറയാം. ഒരു സംഘടന തീരുമാനം എടുക്കുക, അതിനുശേഷം പുറത്തു വന്നതിന് ശേഷം അതിനെതിരായിട്ട് സംസാരിക്കുക. സംഘടനയിലെ ഭാരവാഹികൾ തന്നെ മനഃപൂർവ്വം മാധ്യമങ്ങളെ കാണുമ്പം സംസാരിച്ച് കഴിയുമ്പം ഇതെല്ലാം ലാലേട്ടൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ വരുത്തി തീർക്കുന്നു. അതൊക്കെ തന്നെയാണ് ലാലേട്ടൻ പറയുന്നത്. എനിക്ക് താല്പര്യമില്ല. മുഴുവൻ ആൾക്കാരും ഏകദേശം 300 ചില്ലുവാനും ആൾക്കാരെങ്ങാണ്ടും പങ്കെടുത്തു എന്ന് പറയുന്നു. അതിലെ മൊത്തം ആൾക്കാരും മോഹൻലാൽ തന്നെ വേണം. ഞാനത് വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയിലെ ശ്രീനിവാസൻ്റെ മക്കൾ ലാസ്റ്റ് പറയുന്നത് അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്ന പോലെ. മോഹൻലാലിനോട് എല്ലാവരും പറഞ്ഞു പോകരുത്. അവർക്കറിയാം കൃത്യമായിട്ട് ഈ സംഘടനയെ കെട്ടുറപ്പോടെ മുന്നോട്ട് നിൽക്കാൻ കൊണ്ടുപോകാൻ, ഈഗോ ഇല്ലാതെ സ്പർദ്ധയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, അത് മോഹൻലാലിന് മാത്രമാണ്. ഏതായാലും മോഹൻലാൽ ഈ സംഘടനയിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊക്കെ മാറി നിന്നു. പുതിയ പ്രസിഡന്റ് വരട്ടെ. ഈ മാധ്യമങ്ങളെല്ലാം പല പേരുകൾ ചർച്ച ചെയ്തല്ലോ, അവരൊക്കെ വരട്ടെ. അതാണ് പറഞ്ഞത്. ഈ പറഞ്ഞേക്കുന്ന പേരുകൾ ആരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അവർക്കറിയാം ഇതൊരു വലിയൊരു പ്രശ്നമാണ്, മുൾക്കിരീടമാണ്. അത് തലയിൽ വെക്കുക എന്ന് പറയുന്ന ഇച്ചിരി പ്രയാസമാണ്. വാചകം അടിക്കാം, പക്ഷേ ഇത് ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് ഇച്ചിരി പ്രയാസം തന്നെയാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. മാധ്യമങ്ങൾക്ക് വീണ്ടും പറയാം എന്തുകൊണ്ട് ഇവരെ ഏൽപ്പിച്ചില്ല എന്നുള്ളത്. അപ്പം ലാലേട്ടന് സമാധാനമായിട്ട് ഇനി ഉറങ്ങാമെന്ന് തോന്നുന്നു അല്ലേ? അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും ഞാനെത്തും വരെ ഓക്കെ ബൈ.